ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചാകാൻ നേരത്തെ ഓരോരോ തോന്നലുകളെ നേരം വിളിപ്പിക്കൂല. അതിനു മുമ്പ് മൃഗങ്ങളും ഉണ്ടോക്കോളൂ. വാടാ വാ. അന്വേഷിക്കാൻ ഇനി ഒരിടവും ബാക്കിയില്ല. ഇനി എന്റെ മോളെ ദൈവം തന്നെ രക്ഷിക്കണം. ചേച്ചി വിഷമിക്കാതെ. ചേച്ചിയുടെ നല്ല മനസ്സ് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ചേച്ചിയെ പോലെ ഒരാൾക്ക് വലിയ വേദനകളൊന്നും ദൈവം തരില്ല. കൃഷ്ണ ചേച്ചിയുടെ അടുത്തേക്ക് തിരിച്ചെത്തും, അതിലൊരു സംശയവും വേണ്ട. ആ പിന്നെ എന്നെ കണ്ടത് സംസാരിച്ചതൊന്നും ആരോടും പറയണ്ട. ഇല്ല, ചേച്ചിക്ക് എവിടെയാ പോകണ്ടേന്ന് വെച്ചാ ഞാൻ കൊണ്ടുവിടാം. തനിച്ചു പോണ്ട. സാരമില്ല, ഭരതൻ ചെന്നോളൂ. എന്നെ ദൈവം നടത്തിക്കോളും. പാവം ചേച്ചി. Come on. മോളെ, മോളെ, ഗാന്ധി, നിങ്ങൾ അങ്ങോട്ട് പോയി നോക്ക്. മോളെ, നിങ്ങൾ അങ്ങോട്ട്. മോളെ, മോളെ. മോളെ. സർ, ഇതിനകത്തൊന്നും ആരുമില്ല. മാഡം, കൈയെത്തുന്ന ദൂരത്ത് അവരുണ്ട്, അത് ഉറപ്പാ. പോലീസ് നമ്മുടെ തൊട്ട് പുറകേണ്ട്. ഇവിടെ ഇട്ട് കത്തിച്ച പ്രശ്നോ? ഇരുട്ടിൽ അവർക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാ. അനിയപ്പാ, വണ്ടി ആരും കാണില്ലല്ലോ. വണ്ടി മുന്തക്കാട്ടിനകത്താ, അങ്ങോട്ടാരും നോക്കൂല. ഉൾക്കാട്ടി കൊണ്ടുപോയി അവിടെ ഉപേക്ഷിക്കാം. ഒന്നുകിൽ അവിടെ കിടന്ന് ചാവും, അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ തിന്നോളും. ഉൾക്കാട്ടിൽ പുലിയും കരടിയെ കൊണ്ട് എല്ല് പോലും ബാക്കിയിട്ടില്ല. ആ നടക്ക്. സർ, ആരവിടെ ഉണ്ടായിരുന്നുള്ളത് സത്യ. ടയറിന്റെ പാട് വെച്ച് നോക്കുമ്പോ പെട്ടെന്ന് വണ്ടി തിരിച്ചെടുത്തോണ്ട് പോയതാ. അങ്ങനെയാണെങ്കിൽ അത് അവന്മാർ തന്നെ ആയിരിക്കും. മാഡം, കിട്ടിയ സൂചനകൾ അനുസരിച്ച് ഇവിടുന്ന് വണ്ടി പോയിരിക്കുന്നത് ഉൾക്കാട്ടിലേക്കാണ്. ഞങ്ങള് അവർക്ക് പിറകെ പോകാം. മാഡം തിരിച്ചു പോകണം. എനിക്ക് തിരിച്ചു പോകാനാവില്ല. എന്ത് അപകടം സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ നിങ്ങളുടെ കൂടെ വരാം. മാഡം പ്ലീസ്, ഉൾക്കാട്ടിലെ സ്ഥിതി മാഡത്തിന് അറിയാഞ്ഞിട്ടാ. അവിടെ മാഡം ഞങ്ങൾക്കൊരു ബാധ്യതയാവുകയുള്ളൂ. നടന്നു കയറാൻ പോലും മാഡത്തിന് പറ്റില്ല. മാഡം, അവര് പറയുന്നത് ഇവര് പറയുന്നതോട്ട് ഞാൻ തിരിച്ചു പോണോ സിനി? ഇവിടെ എത്തുന്നത് വരെ ഇതാ കൺമുന്നിലുണ്ട്. ചെന്ന് കാണാൻ പോകുന്ന എന്റെ മോളെയാണെന്ന് വിചാരിച്ചാ ഞാൻ ഇരുന്നത്. പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഞാൻ തിരിച്ചു പോണോ? മാഡം, നഷ്ടപ്പെടുത്തുന്ന ഓരോ നിമിഷവും നിർണായകമാണ്. മാഡം ഞങ്ങളോട് ഇപ്പോ കോപ്പറേറ്റ് ചെയ്തേ പറ്റൂ. കമോൺ സർ. മാഡം, കാറിലോട്ട് കേറ്. ഇവിടെ നിൽക്കുന്നത് അപകടോ? എന്തപകടം? ഒരുപക്ഷെ ആരെങ്കിലും കൊല്ലും, അല്ലെങ്കിൽ മൃഗങ്ങൾ ആക്രമിക്കും, അല്ലേ? എന്റെ മോളെ കാണാത്ത വേദനയില് മരണം പോലും എനിക്ക് നിസ്സാരാ. മാഡം പ്ലീസ്. ചാക്ക് കെട്ടി കിടന്നാലേ ചിലപ്പോ വന്യമൃഗങ്ങൾ ശ്രദ്ധിക്കില്ല. ഇതാകുമ്പോ മനുഷ്യഗന്ധം പിടിച്ചെത്തിക്കോളും. സുന്ദരി ചേച്ചിയെ പോലീസ് പിടിപ്പിക്കാൻ വന്നവളാ. ചാകാൻ നേരത്തെ ഓരോരോ തോന്നലുകളെ നേരം വിളിപ്പിക്കൂല. അതിനു മുമ്പ് മൃഗങ്ങളും ഉണ്ടോക്കോളും. വാ.
ചെയ്തു. ഈ നേരത്തെ ആരാ ഈ കാട്ടില്? കള്ളത്തടിൽ ഓടിയാനോ മറ്റോ വന്നതാവും. അവരവരുടെ വഴിക്ക് വെക്കുള്ളൂ. അയ്യോ, ഹലോ മാണിക്കുഞ്ഞെ, നവീൻ എവിടെയുണ്ട്? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഗാളമേടം, ഗാളമേടം ഇത് എവിടെയാ? ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാ നടക്കുന്നതെന്ന് അറിയാവോ? എന്തുപറ്റി? ഗാളമേടത്തെ കാണുന്നില്ലെന്നും പറഞ്ഞ് സിത്താര മാഡം നവീൻ സാറിനെതിരെ കേസ് കൊടുത്തിരിക്കുക. മമ്മി, നവീൻ സാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനുശേഷം നവീൻ സാർ തളർന്നു വീണു. ഇപ്പതാ ഹോസ്പിറ്റലാ. ഞാനിതൊന്നും അറിഞ്ഞില്ല. ഗാളമേടം ഇത് എവിടെയാണെന്ന് പറയൂ, അല്ല ഇങ്ങോട്ട് വാ. എനിക്കിപ്പോ തൽക്കാലം എങ്ങോട്ടും വരാൻ പറ്റില്ല മാണിക്കുഞ്ഞെ. ഓ, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മാഡത്തിനൊന്നും വരാനാവില്ലേ? എന്താ മാഡം എല്ലാരെയും ഇട്ട് ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? ഇതെന്ത് സ്വഭാവം ഇത്? ഗളമേടം, ഗളമേടം, ഓ, ഇതെന്ത് വിചിത്രമായ സ്വഭാവമാ. ശ്ശോ. എന്തോടെ പരിപാടിയാണമാരെ? നീ കാട്ടിൽ വന്ന കാര്യം എന്താന്ന് വെച്ചാ അത് ചെയ്താ മതി. കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ വന്ന നീ ഇവിടെ കിടന്ന് ചാവും. അതത്ര ശരിയായിട്ടുള്ള കാര്യമാണോ അണ്ണ? സംഭവം എന്താന്ന് ഞാനൂടി അറിയട്ടെ. പോവാനല്ല പറഞ്ഞേ. എന്നെ ഇത്രയും കാലം കണ്ടോണ്ടിരിക്കുന്നവർക്ക് നന്നായിട്ടറിയാം, ഒരു പ്രശ്നം വന്നാ ഈ വിഷ്ണു അതിൽ നിന്ന് ഓടി ഒളിക്കാറില്ല. ജയ, തീർക്കടാണ്. അടങ്ങടാ, അടങ്ങ്. ജീവനി കൊതിയുണ്ടെങ്കിൽ ഇവിടുന്ന് പോകാനാ പറഞ്ഞത്. എന്താ ചെയ്യാ ചേട്ടാ, ജീവനിൽ ഒട്ടും കൊതിയില്ല. മാഡം, ഇത് കുടിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് എന്റെ മുന്നിൽ നിന്ന്. എന്റെ മോള് വിളിക്കുന്നു. ഹലോ, ഹലോ മോളെ, നീ ഇതെവിടെയാ മോളെ? മോക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സേഫ് അല്ലേ? ആരെങ്കിലും മോളെ ഉപദ്രവിച്ചോ? മോൾ എവിടെയെന്ന് പറ, മമ്മി അങ്ങോട്ട് വരാം. എനിക്കൊരു കുഴപ്പമില്ല.